Good morning. Good morning, all. Good morning, sir. Good morning. Yes, good morning. Okay, ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ സൂം മീറ്റിംഗ് ആണ്. നമ്മുടെ 2026 ജനുവരി 3-ാം തീയതി നമ്മളിലേക്ക് കിട്ടുന്ന മോർണിംഗ് 6 മണിക്ക് ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 11 മണിക്കുള്ള മീറ്റിംഗിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന, ബിസിനസ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും എക്സ്പീരിയൻസ് ഉള്ള ഒരു IT കമ്പനി, ആ കമ്പനിയുടെ തന്നെ പ്രൊഡക്റ്റ്, പ്ലാൻ, സിസ്റ്റം. അപ്പൊ ഈ പ്രോഗ്രാം നമ്മളിലേക്ക് തരുന്ന കമ്പനി 1998 ഒരു പാർട്ട്ണർഷിപ്പ് ഫോമോട് കൂടി ആരംഭിച്ചു. 2008 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇന്ന് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും നിർമ്മിച്ച് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്റഗ്ര എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു പ്രോഗ്രാമിലേക്കാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ പ്രോഗ്രാം കേൾക്കണം. ഏത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഡെയിലി 3 നേരം സൂം മീറ്റിംഗ് ഉണ്ട്. അതുകൂടാതെ ഫിസിക്കൽ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഈ കമ്പനി 2021 ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് തന്നു, നമ്മളിലേക്ക് തന്നു, അല്ലെങ്കിൽ ലോകത്തിലേക്ക് തന്നു എന്നുള്ളത് പറയാം. എന്താണ് ആ പ്രൊഡക്റ്റ്? അത് ഉപയോഗിച്ചാൽ എന്താണ് ബെനിഫിറ്റ്? അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുമാനം? കമ്പനിക്ക് എങ്ങനെ കിട്ടുന്നു? കമ്പനി എങ്ങനെ കൊടുക്കുന്നു? എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും 2021 നമ്മളിലേക്ക് തന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റിന്റെ പേരാണ് സേവർ, പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും എത്ര ഏജുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട് ഈ ആപ്ലിക്കേഷനുള്ളിൽ. നമുക്ക് മണി മാനേജ്മെന്റ് പഠിക്കാൻ പറ്റും, ടൈം മാനേജ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഡ്രീം, അങ്ങനെ 10-16ഓളം ഫീച്ചേഴ്സ്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ട്യൂട്ടോറിയൽ. ലോകത്തിൽ എവിടെയുള്ള ആളുകൾക്കും അതാത് നാട്ടിലെ ഫോൺ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടതായ ഒരു പ്രൊഡക്റ്റ്, അതാണ് സേവ്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആദ്യം വേണ്ടത് എന്താണോ അത് നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം, നമ്മൾ ആഗ്രഹിക്കുന്ന വരുമാനം നേടിയെടുക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ്. ഇത് 2021 മുതൽ പ്ലേ സ്റ്റോറിലുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആരോടും പറയാൻ പറ്റും ഈ കമ്പനിയുടെ പ്രൊഫൈലും ഈ ആപ്ലിക്കേഷനും. എല്ലാവർക്കും വേണ്ട ഒരു പ്രോഗ്രാം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം, ഇത് എല്ലാവരിലേക്കും എത്തിക്കണം. എത്തിക്കുമ്പോൾ കമ്പനിക്ക് കിട്ടുന്ന വരുമാനം കമ്പനി ഷെയർ ചെയ്യും. അപ്പൊ ഇത് എത്തിക്കുമ്പോൾ കമ്പനിക്ക് എങ്ങനെ വരുമാനം കിട്ടും? നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലിയിലേക്കൊക്കെ കൊടുക്കുമ്പോൾ കമ്പനിക്ക് വരുമാനമുണ്ട്. അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ആപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞു 10-16ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നതോടൊപ്പം അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഫാമിലി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ റീചാർജ്. ഈ റീചാർജ് പ്രോഗ്രാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും.
സാധാരണ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ അധിക ചാർജ് കൊടുക്കണം. ₹1.90 കൊടുത്ത് വേണം റീചാർജ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അധിക ചാർജ് കൊടുക്കേണ്ട, ക്യാഷ് ബാക്കും കിട്ടും. അത് മറ്റുള്ളവരിലൂടെ പറഞ്ഞ് അവര് ഇത് റീചാർജ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിലൂടെ നമുക്കൊരു വരുമാനം കിട്ടും. ഇത് ഗൂഗിൾ പേക്കും ഫോൺ പേക്കും പേടിഎമ്മിനും ഒക്കെ ജിയോ, എയർടെൽ, വി.ഐ., BSNL കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കമ്പനിക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ കമ്പനിക്ക് 10 രൂപ കിട്ടിയാൽ 9 രൂപയും ഷെയർ ചെയ്യുന്നു. ഇതാണ് ഒന്ന്. നെക്സ്റ്റ്, 2025 മെയ് 15 ഒരു മാർക്കറ്റിംഗ് പ്ലേസ് കൂടി കമ്പനി നമ്മളിലേക്ക് തന്നു. ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം, സേവ് കാർട്ട്, പ്ലേ സ്റ്റോറിലുണ്ട്. ഈ സേവ് കാർട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ല IT പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ, അതുകൂടാതെ മറ്റ് പല പ്രൊഡക്റ്റുകളും അതിനുള്ളിലുണ്ട്. ഇതൊക്കെ ആളുകൾ വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് വരുമാനം കിട്ടും. ആ വരുമാനത്തിന്റെ 90% ഷെയർ ചെയ്യും. ഇതാണ് പ്രോഗ്രാം. അപ്പൊ ഈ ആപ്ലിക്കേഷൻ സേവ് ആപ്പ് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കൊരു റഫർ ലിങ്ക് ഉണ്ടാകും. ആ ലിങ്ക് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പരിചയപ്പെടുന്ന ആളുകളോട് പറഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുന്നു. അവർ സേവ് ആപ്പും സേവ് കാർട്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പോ നമ്മൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ? ഫ്രീ ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്? അതേപോലെ തികച്ചും ഫ്രീ ആയിട്ട് നമ്മുടെ റെഫർ ലിങ്ക് അങ്ങ് കൊടുത്ത് അല്ല അവരോട് പറയുക സേവ് ആപ്പും സേവ് കാർട്ടും ഡൗൺലോഡ് ചെയ്യാന്. ഒരൊറ്റ രജിസ്ട്രേഷൻ മതി. ഈ 2 ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ ഉപയോഗിക്കുമ്പോൾ സേവ് ആപ്പ് കറക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യും. സാമ്പത്തിക അച്ചടക്കം, മണി മാനേജ്മെന്റ്, നമ്മുടെ വരവ് ചെലവ് കണക്കുകള്, അതേപോലെ തന്നെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ബില്ല്, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പ്ലാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിനൊക്കെ ഡിജിറ്റൽ ബില്ല് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് തന്നെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ പറ്റും. ഡിജിറ്റൽ വെബ് കാർഡ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ ഈ സിസ്റ്റം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പോലും ഈ സിസ്റ്റം നിങ്ങളെ സഹായിക്കും. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്പനിക്ക് ഷെയർ ചെയ്യും. കാർട്ടിലൂടെ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിലൂടെയും കമ്പനിക്ക് കിട്ടും, കമ്പനി ഷെയർ ചെയ്യും. ഇങ്ങനെ നമുക്കൊരു വലിയൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് പരിധിയില്ലാത്ത വരുമാനം ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഒരാൾക്കും ഒരു സാമ്പത്തിക ഇടപാടില്ല. റീചാർജ് ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ ചെയ്യുന്നേ. നമ്മൾ റീചാർജ് നമ്മളും നമ്മുടെ ഫാമിലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമുള്ളത് കൊണ്ട് ചെയ്യുന്നു, അത് അപ്പൊ തന്നെ കിട്ടുന്നു. സാധാരണ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലൊക്കെ റീചാർജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും. അതല്ലാതെ നമ്മൾ ആദ്യം കാശ് അങ്ങോട്ട് കൊടുത്ത് മറ്റെന്താ പറയാ വാലറ്റിൽ കാശ് ഇട്ട് എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ റീചാർജ് ചെയ്യുക, അതൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ മറ്റു പല ആപ്ലിക്കേഷനും പ്രൊഡക്റ്റ് വാങ്ങുന്നില്ലേ, അതേപോലെ ഇതിലുള്ളത് എന്താണോ അത് വാങ്ങിപ്പിക്കുമ്പോൾ വരുമാനം കിട്ടും. ഇങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ. അങ്ങനെ ഈ ആപ്ലിക്കേഷൻ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ടും ലൈഫ് ടൈം ഉപയോഗിക്കാം. സേവ് ആപ്പും സേവ് കാർട്ടും ഒരു നിർബന്ധമില്ല പർച്ചേസ് ചെയ്യണമെന്ന്. എന്നാൽ ഇത് നമുക്കൊരു ആക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ സേവ് ആപ്പ്, ലോകത്തിൽ എവിടെയുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ സേവ് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പെയ്ഡ് ആയിട്ടും ഉപയോഗിക്കാം. ജീവിതത്തിൽ ഒരൊറ്റ തവണ വൺ ടൈം വെറും 3,999 രൂപ പ്ലസ് GST കൊടുത്ത് വെറും 4,719 രൂപയ്ക്ക് നമുക്ക് ഈ സേവ് ആപ്പ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ആക്റ്റീവ് യൂസർ ആകും. അങ്ങനെ ആക്റ്റീവ് യൂസർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിനെ സപ്പോർട്ട് ചെയ്യും ഈ സിസ്റ്റം. പേഴ്സണൽ സെയിൽസ് കമ്മീഷനായിട്ടും ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവുകളായിട്ടും ടീം ബിൽഡിംഗ് കമ്മീഷനുകളായിട്ടും റാങ്ക് ആൻഡ് ഇൻസെന്റീവുകളൊക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പരിധിയില്ലാത്ത വരുമാനം ഉണ്ടാക്കാം. അതെങ്ങനെ? ഈ ആപ്ലിക്കേഷൻ ആളുകൾ വാങ്ങിച്ചു വരുമ്പോഴും കമ്പനിക്ക് വരുമാനം കിട്ടും. എത്രയാ? 3,999. ആ 3,999ന്റെ 85 മുതൽ 90% മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാണ്, മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും എത്തിക്കുന്നവരിലേക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്രോഗ്രാം 2021 മുതൽ
ഫുൾ ലൈവാണ്, അന്നും ഇന്നും ആക്റ്റീവാണ്. എന്നാൽ ഇതൊന്നും കൂടി ഫാസ്റ്റ് ആയിട്ട്, ഒന്നും കൂടി സ്പീഡായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നവർക്കും ഇതിലേക്ക് വരുന്നവർക്കും വളരെയധികം എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി 2025 ഡിസംബർ 8 ശരിക്കും നോക്കണുണ്ടോ? 2025 ഡിസംബർ 8 കമ്പനി നമുക്കൊരു പ്രോഗ്രാം കൂടി അങ്ങ് തന്നു. സേവ് ആപ്പ് പ്രോ. സേവ് ആപ്പിന്റെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ. ഇനി ഇവിടെ നിന്ന് അങ്ങ് ശരിക്കും ശ്രദ്ധിക്കുക. ശരിക്കും നിങ്ങൾ കേൾക്കണം. വീണ്ടും പറയുന്നു, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ പ്രോഗ്രാം. അപ്പൊ ഫുള്ളായിട്ട് കേൾക്കണം. തിരക്കിനിടയ്ക്ക് അല്ലെ അവിടെ ഇവിടെയും കേട്ടത് കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഏറ്റവും വലിയൊരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് പറയാണ്, ഫുള്ളായിട്ട് കേൾക്കണം. കേട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ട്രാവൽ ചെയ്യണം. അതങ്ങ് ഡിജിറ്റൽ ആയാലും ശരി, ഫിസിക്കൽ ആയാലും ശരി. അപ്പോ എങ്ങനെയാണ് നോക്കാം. സേവ് ആപ്പ് പ്രോ 2025 ഡിസംബർ 8 നമ്മളിലേക്ക് തന്നു, രാത്രി 9 മണിക്ക്. ഒരു മാസമായിട്ടില്ല. ഈ 8 വരണം ഒരു മാസമാവാൻ. ഈ ഒരു മാസത്തിനുള്ളിൽ ഒരുപാട് പേര് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങളോട് പറയുന്നത്. ഒരുപാട് പേര് എൻജോയ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് വരുമാനം കിട്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ആയിരങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്, 10,000 ഉണ്ടാക്കിയവരുണ്ട്, ലക്ഷത്തിന് മുകളിൽ സമ്പാദിച്ചവരുണ്ട് ഈ ഒരു 10-25 ദിവസം കൊണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം ഒന്ന് കേൾക്കണം, അല്ലെ, അറിയണം. തീർച്ചയായിട്ടും വളരെ ക്ലാരിറ്റിയിൽ, വളരെ ക്ലിയർ ആവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. സേവ് പ്രോ വെറും 1000+ GST, വെറും 1000+ GST. എക്സ്പെൻസ് ട്രാക്കർ, നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം സമ്പാദിക്കാനും പറ്റും. അതിന് പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നമ്മളിലേക്ക് തന്നിരിക്കുകയാണ് 1180 രൂപക്ക് GST അടക്കം. അങ്ങനെ ഈ 1180 രൂപക്ക് ഈ ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? കമ്പനിക്ക് കിട്ടുന്ന ലാഭം, വരുമാനം കമ്പനി ഷെയർ ചെയ്യാണ് മാർക്കറ്റിലേക്ക്. എന്തിന്? ഇതങ്ങ് എല്ലാവരിലേക്ക് എത്തണം. ഇപ്പൊ ഞാനോ നിങ്ങളോ അല്ല ഇത് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ പല സെലിബ്രിറ്റികളെ വെച്ച് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിലും പണം കൊടുക്കേണ്ടേ? ഇനി അതല്ല, മറ്റേത് രീതിയിലാണെങ്കിലും പണം കൊടുക്കേണ്ടേ? എന്നാൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവർക്കും ഇത് മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നവരിലേക്കും കമ്പനി എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. 1000 രൂപ, ഈ 1000 രൂപയിൽ നിന്ന് 800 രൂപയും മാർക്കറ്റിലേക്ക് കൊടുത്തുകൊണ്ട് ഈ പ്രോഗ്രാമിനെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ കമ്പനി ചെയ്തു വെച്ചിട്ടുള്ളത്. 1000 രൂപ ഈ പ്രൊഡക്റ്റിന്റെ എമൗണ്ട്, കമ്പനിയുടെ സ്വന്തം പ്രൊഡക്റ്റ്, കമ്പനിയുടെ ഓൺ പ്രോഗ്രാം. ഈ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിന് ഇത്രയും വലിയൊരു പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ചെറുതായിട്ട് കാണരുത് കേട്ടോ. ശരിക്കും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പറയുന്ന വാക്കുകളാണ്. നിങ്ങൾ അത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും. ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ച് വരുന്നവർക്കും വരുമാനം കൊടുക്കുകയാണ് കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന്. എങ്ങനെ? സീനിയോറിറ്റി ലെവലില് ആദ്യം വരുന്നവരിലേക്ക് 3 ടൈമിലായിട്ട് നമുക്ക് വരുമാനം കിട്ടും. നിങ്ങൾ വെറും 1000+ GST, വെറും 1180 രൂപ കൊടുത്ത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ വാങ്ങിക്കുന്നു, നിങ്ങൾ അത് ഉപയോഗിക്കുന്നു. ഇനി ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ, ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടും, അത് ഗ്യാരണ്ടി. പക്ഷെ നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചതിന്റെ പേരിൽ സീനിയോറിറ്റി ലെവലില് ആദ്യം വരുന്നവരിലേക്ക് 3 ടൈമിലായിട്ട് ആദ്യം ഒരു 1000 രൂപ, രണ്ടാമതൊരു 3000 രൂപ, മൂന്നാമതൊരു 20,000 രൂപ, അങ്ങനെ ടോട്ടൽ 24,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു. 24,000 രൂപ. ഇതെങ്ങനെ കിട്ടുന്നു, എപ്പോ കിട്ടുന്നു ഒക്കെ ഈ പ്രോഗ്രാമിലുണ്ട്. കൃത്യമായിട്ട് നമുക്ക് കണക്ക് പഠിക്കാം ഇന്ന്. എങ്ങനെ ഈ വരുമാനം കമ്പനി തരുന്നു, എങ്ങനെ തരാൻ പറ്റുന്നു എന്നുള്ളത് നോക്കൂ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വെറും 1000+ GST കൊടുത്ത് ഒരു ആപ്പ്, ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി വാങ്ങിച്ചു. ആ വാങ്ങിച്ച വ്യക്തിക്ക് 24,000 രൂപ. ഈ 24,000 ഒതുങ്ങുന്നില്ല. 24 + 14,157 രൂപയുടെ ഒരു പർച്ചേസ് കൂടി കമ്പനി അങ്ങ് ചെയ്തു തരും. അതിലൂടെ കാത്തിരിക്കുന്നു 3,12,000 രൂപ. 3,12,000 രൂപ.
ആകെ എത്ര എന്താണ് വരുന്നത്? വെറും 1000 പ്ലസ് GST. കിട്ടുന്നതോ 3 ടൈമിലായിട്ട് സീനിയോറിറ്റി ലെവലിൽ 24,000 പ്ലസ് 14,157 ഒരു പർച്ചേസിങ്. എത്ര സമ്പാദിക്കാൻ പറ്റും അല്ലേ? സംശയങ്ങൾ ഉണ്ടായേക്കാം, നോട്ട് ചെയ്ത് വെച്ചോ പുതിയ ആളുകളെ കൊണ്ടുവന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു നോക്കാം. ഈ കമ്പനി എന്താ ചെയ്യുന്നറിയോ? ഈ ആപ്ലിക്കേഷൻ സേവ് എ പ്രോ വാങ്ങിച്ചു വരുന്ന ആളുകളെ എല്ലാം ഒരു സിംഗിൾ ലൈനിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ്മെന്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യം ആരാണോ ആ ക്യൂവിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അവരിലേക്ക് ആ സീനിയോറിറ്റി ലെവലിലാണ് ഈ കാശ് കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത്. ഓരോ 4 പേര് കമ്പനിയിലേക്ക് വരുമ്പോ നമ്മൾ ചെയ്യുന്നതോ നമ്മുടെ ടീം ചെയ്യുന്നതോ അല്ല. ഈ കമ്പനിയിലേക്ക് ഓരോ 4 പേര് വരുന്നതിനനുസരിച്ച് മുകളിൽ നിന്ന് ഓരോ ആളുകൾക്ക് 1000 രൂപ റിലീസാകും. ഓരോ 4 പേര് കമ്പനിയിൽ വന്നാൽ മതി. ഇങ്ങനെ ഓരോ 4 പേര് വരുമ്പോൾ സീനിയോറിറ്റി ലെവലിൽ 1000. ഈ 1000 കിട്ടിയ ആളുകൾക്ക് അടുത്തത് കിട്ടുന്നത് 3000 രൂപ. ഈ 1000 കിട്ടിയ ആളുകൾക്ക് അടുത്തത് 3000. അവിടെ 8ന്റെ ബ്ലോക്ക്. 1000 കിട്ടിയ 8 പേര് വരുന്ന ടൈമിൽ സീനിയർ ആയിട്ട് ആരാണോ ടോപ്പിൽ വെയിറ്റ് ചെയ്യുന്ന അവർക്ക് 3000 രൂപ. വീണ്ടും 8 പേര് വരുമ്പോൾ അടുത്ത ആൾക്ക് 3000. ഇങ്ങനെ വീണ്ടും 8 പേര് വരുന്നതിനനുസരിച്ച് 3000 രൂപ റിലീസാകും. അതിന്റെ അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? 3000 കിട്ടിയ 16 പേര് 3000 കിട്ടിയ 16 പേര് വരുമ്പോ 20,000 രൂപ. 20,000-നോടൊപ്പം ഒരു 14,157 ഒരു പർച്ചേസ് കൂടി ചെയ്തു കൊടുക്കും. ഇതാണ് സിസ്റ്റം. ഇത് എത്ര കണ്ട് ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് നടക്കുന്നു കമ്പനിയിൽ, അതിന്റെ സ്പീഡിനനുസരിച്ച് ആദ്യം ആരാണോ ഈ ക്യൂവിനുള്ളിലുള്ളത് അവരിലേക്ക് ഇങ്ങനെ റിലീസാകും പണം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തുടക്കത്തില്, ഈ 25 ദിവസം കൊണ്ട് ഒരുപാട് പേർക്ക് വരുമാനം കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരിൽ തന്നെ 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷത്തിന് മുകളിൽ സമ്പാദിച്ചവരുണ്ട്, കിട്ടിയവരുണ്ട് ഈ പ്രോഗ്രാമിൽ. തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഉള്ളതാണ് പറയുന്നത്, ഇല്ലാത്തതല്ല പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഇത് മാക്സിമം ഒരാൾക്ക് 10 എണ്ണം വാങ്ങിക്കാം. 10 എണ്ണം വാങ്ങിക്കാം. ഒരൊറ്റ തവണ നമുക്ക് ഒരുമിച്ച് 10 എണ്ണം വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ 10 എണ്ണം വാങ്ങിച്ചാൽ എന്താ ബെനിഫിറ്റ്? 10 × 1000 ഒരുമിച്ച് അങ്ങ് കിട്ടും. ഒരൊറ്റ ക്യൂവിലാണല്ലോ അത് കയറി പോവുക. ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരുമിച്ച് ആ ക്യൂവിനുള്ളിലേക്ക് അങ്ങ് 10 എണ്ണം കയറും. അപ്പൊ 10 × 1000 കിട്ടും. അടുത്തത് 10 × 3000 കിട്ടുന്നു. 10 × 20,000 കിട്ടുന്നു. പിന്നെ ഓരോ 20,000 കിട്ടുമ്പോൾ ഓരോ 14,157 പർച്ചേസിംഗും കിട്ടുന്നു. അതിലൂടെ 3,12,000 കാത്തിരിക്കുന്നു. ഇതാണ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇപ്പൊ ഈ 10 എണ്ണം വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഈ 10 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റീറ്റെയിൽ ചെയ്യാനും പറ്റും. അവിടെ റീറ്റെയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ റീറ്റെയിൽ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ താല്പര്യമില്ലാത്ത ആളുകൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടാകും, പല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അവർക്ക് ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണമല്ലോ. അപ്പൊ അവരിലേക്ക് നമ്മൾ ഒരു മാർക്കറ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് സേവ് ആപ്രോന് പറഞ്ഞു കൊടുത്ത് അവർക്ക് റീറ്റെയിൽ ചെയ്യാം. ഇതിന്റെ റീറ്റെയിൽ എമൗണ്ട് എന്ന് പറയുന്നത് 2000 രൂപയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് ഇത് കൊടുത്ത് 2000 രൂപ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ 2000 രൂപക്ക് റീറ്റെയിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്നത് എത്ര? 1,150 GST അടക്കം. കറക്റ്റ്. ബാക്കി റീറ്റെയിൽ ഇൻകം എടുക്കാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഫ്രീ ആയിട്ട് കൊടുത്ത് ഉപയോഗിക്കാൻ പറയാം. പക്ഷെ വരുമാനമൊക്കെ നമുക്ക് തന്നെയാണ് കിട്ടുക. ആർക്ക്? ആരുടെ പേരിലാണോ ഇത് വാങ്ങിച്ചിട്ടുള്ളത് 10 എണ്ണം, അല്ലെങ്കിൽ ആരുടെ പേരിലാണോ 1, 2, 5 വാങ്ങിച്ചിട്ടുള്ള അവർക്കാണ് ഇതിന്റെ വരുമാനം കിട്ടുന്നത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. റീറ്റെയിൽ ഇൻകം ഉണ്ടാക്കാം റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ. ഇപ്പൊ നമ്മൾ 10 എണ്ണം വാങ്ങിച്ചു, വീണ്ടും നമുക്ക് വാങ്ങിക്കണമെങ്കിൽ റീറ്റെയിൽ ചെയ്യണം. ആ രീതിയിലുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോർണിംഗ് മീറ്റിംഗിൽ നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ് കിട്ടും. ഇനി ഇത്രയും വലിയൊരു പ്രോഗ്രാം, ഇത്രയും വരുമാനം കിട്ടുന്ന ഒരു പ്രോഗ്രാം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും? എന്നാൽ ഇവിടെ ഇന്നേ വരെ നിങ്ങൾ കേൾക്കാത്ത, ഇന്നേ വരെ നിങ്ങൾ എത്ര വർഷം എക്സ്പീരിയൻസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല.
കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായി മനസ്സിലാക്കി ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ആണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് പറയാ, ശരിക്ക് കേട്ടോ. നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്ന് ഒരു 1150 രൂപയുടെ ഒരു സേവ പ്രോ വാങ്ങിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപ റഫൽ കമ്മീഷൻ കിട്ടും. 100 രൂപ. വെറും 1000 രൂപയുടെ പ്രോഗ്രാം പ്ലസ് GST ഒരെണ്ണം ഒരാൾക്ക് കൊടുത്താൽ 100 രൂപ റഫൽ കമ്മീഷൻ. ആ വ്യക്തിനെ കൊണ്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വാങ്ങിപ്പിക്കാൻ പറ്റുന്നു? മിനിമം 10 എണ്ണം വാങ്ങിയാൽ 10 × 100 1000 രൂപ റഫൽ കമ്മീഷനാണ്. നമുക്ക് ഡെയിലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇൻകമാണ്. ഏതെങ്കിലും കാലത്ത് തരുന്ന ഇൻകത്തെ കുറിച്ചല്ല പറയണേ. നമുക്ക് ഡെയിലി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഇൻകാണ് ഈ റഫറൽ ഇൻകം. നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് 10 എണ്ണം വാങ്ങിപ്പിക്കാൻ പറ്റുമോ? 1000 രൂപയായി റഫൽ കമ്മീഷൻ. നമ്മൾ കൊടുക്കുന്ന വ്യക്തിക്ക് ഒന്ന് കൊടുക്കാൻ പറ്റുമോ? 100 രൂപ. ഒരു ദിവസം 10 പേരെ കൊണ്ട് ഓരോന്ന് വെച്ച് 10 എണ്ണം മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? 1000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇതിന്റെ റഫൽ കമ്മീഷൻ. നോ റഫർ ലിമിറ്റ്, നോ ടൈം ലിമിറ്റ്, ഒരു കണ്ടീഷൻസും ഇല്ല. വേറെ എന്താ പറയാ, റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ഒന്നുമില്ല ഇവിടെ. നമ്മൾ ചെയ്തത് ഒരു ബിസിനസ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എത്രത്തോളം ആളുകൾക്ക് കൊടുക്കുന്നോ × 100 നിങ്ങളുടെ റഫൽ കമ്മീഷൻ. ഇത് ഒന്നാമത്തെ ഇൻകം. രണ്ടാമത് നമ്മളുടെ ഡൗൺലൈനിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്. എത്രയെന്നറിയോ? അല്ലെങ്കിൽ എന്താണെന്നറിയോ? നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്ക് കൊടുക്കുന്നു? ഒരാളോ, രണ്ടോ, മൂന്നോ, നാലോ, അഞ്ചോ, എത്ര പേർക്ക് കൊടുക്കുന്നു? എത്ര പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി, അതല്ലെങ്കിൽ എത്ര പേർക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നു? അവരിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പരിധിയില്ലാത്ത വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പരിധിയില്ലാത്ത വരുമാനം. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതൊക്കെ 1ാമത്തെ ലെവൽ, അവർ കൊടുക്കുന്നത് 2ാമത്തെ ലെവൽ, അങ്ങനെ 2ാമത്തെ ലെവലിൽ ആളുകൾ കൊടുക്കുന്നത് 3. ഇങ്ങനെ പോകുന്ന 20 ലെവലിൽ നിന്ന് പരിധിയില്ലാത്ത, അതോ 1% മുതൽ 3% വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കിട്ടുന്നൊരു ഇൻകം. ഇതാണ് 2. എന്നാൽ 3ാമത്തേത്, ഇതാണ് ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇൻകം. എന്താണെന്നറിയോ? നമ്മൾ കൊണ്ടുവന്ന വ്യക്തിക്ക് നമ്മൾ ഡയറക്റ്റ് ഒരു സേവ പ്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനം ഇല്ലേ, ആദ്യം ഒരു 1000, പിന്നെ ഒരു 3000, പിന്നെ ഒരു 20000, അങ്ങനെ ടോട്ടൽ 24000 കിട്ടുന്നില്ലേ? ആ സെയിം ടൈം സ്പോൺസർ ചെയ്യുന്ന വ്യക്തിക്ക് 12000 രൂപ എൻജോയ് ചെയ്യാൻ പറ്റും. 12000 രൂപ. 1000 കിട്ടുമ്പോ സെയിം ടൈം 500 രൂപ സ്പോൺസർക്ക് കിട്ടും. അവർക്ക് 3000 കിട്ടുമ്പോ സെയിം ടൈം 1500 രൂപ സ്പോൺസർക്ക് കിട്ടും. അവർക്ക് 20000 കിട്ടുമ്പോ സെയിം ടൈം 10000 രൂപ സ്പോൺസർക്ക് കിട്ടും. അപ്പൊ 24000 നമ്മൾ വരുന്ന ആൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ 12000 രൂപ സ്പോൺസർക്ക് കിട്ടുന്ന ഒരു ഇൻകം. നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്ക് കൊടുക്കുകയാണെങ്കിൽ × 100 റഫൽ കമ്മീഷൻ കിട്ടുന്നത് കൂടാതെ നമ്മൾ ഡയറക്റ്റ് ഒരു 10 പേർക്ക് 30 എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 എണ്ണം ഡയറക്റ്റ് റെഫർ ആയില്ലേ? ആ 100ൽ നിന്ന് 100 രൂപ വെച്ച് കിട്ടുന്നത് കൂടാതെ 100 × 500 സ്പോൺസർക്ക് കിട്ടുന്നത്, 100 × 1000, 100 × 10000, 100 × 1000 അല്ല, 1500, 100 × 10000. 10 പേർക്ക് 10 എണ്ണം ഇത് കൊടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ 25 ദിവസത്തിനുള്ളിൽ 10ന് മുകളിൽ അല്ലെ 10 പേർക്കും അതിന് മുകളിലും ആളുകൾക്ക് കൊടുത്തവരുണ്ട്. 300ന് മുകളിൽ ഡയറക്റ്റ് റെഫർ ചെയ്തവരുണ്ട് ഈ കുറഞ്ഞ ദിവസം കൊണ്ട്. ഈ കമ്പനിയുടെ പ്രൊഫൈലും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റും ഈ പ്രോഗ്രാമും ഈ സിസ്റ്റം കൃത്യമായി മനസ്സിലാക്കിയവർ. 2026 നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങൾക്ക് ഉണ്ടാക്കണോ എങ്കിൽ കൃത്യമായി ഇത് മനസ്സിലാക്കി മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കോളൂ. കാശുണ്ടാക്കാൻ പറ്റും ഒരു 6 മാസം കൊണ്ട്. നമ്മൾ അത് ചെയ്യുന്നത് പോലെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഈ ഒരു അവസരം എത്തിച്ചിട്ടുണ്ടെങ്കിലല്ലോ വളരെ ഈ വരുമാനം അല്ലെ, 1000 കൊടുക്കുമ്പോ 500, 3000 കൊടുക്കുമ്പോ 1500, 20000 കൊടുക്കുമ്പോ 10000, പിന്നെ അത് പോരാത്ത ഒരു ഫാമിലി പാക്കേജ് ഒരു 14157ന്റെ ഒരു പർച്ചേസ് കൂടി ചെയ്ത് കൊടുക്കുമ്പോ ഇതെങ്ങനെ ഈ കണക്കൊന്നങ്ങ് ശരിയാവും? ഇത്രയും പണം എങ്ങനെ കൊടുക്കാൻ പറ്റും? എങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് ഇങ്ങനെ ക്ലിയർ ആവുന്നില്ലല്ലോ. വിശ്വസിക്കാൻ അങ്ങ് പറ്റുന്നില്ല അല്ല. ഇത്രയും വരുമാനം വെറും 1000 പ്ലസ് GSTക്ക് അത് നമുക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ച് വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച്
ഇത്രയും വരുമാനം എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു? നോക്കിക്കോ, 1000 രൂപ കമ്പനിയുടെ ബെനിഫിറ്റ് എങ്കിൽ 200 രൂപ കമ്പനി എടുക്കുന്നു, 100 രൂപ സെയിൽസ് കമ്മീഷൻ റഫറൽ കമ്മീഷൻ ആയിട്ട് കൊടുക്കുന്ന കമ്പനി. ആര് ഈ പ്രോഗ്രാം മാർക്കറ്റ് ചെയ്യുന്ന അവരിലേക്ക് ഡയറക്റ്റ് 100 രൂപ ജനറേഷൻ സെയിൽസ് ഇൻസെന്റീവിലേക്ക് മാറ്റുന്നു. അപ്പൊ 200 കമ്പനി, 100 റഫറൽ കമ്മീഷൻ, 100 ജനറേഷൻ, 400 പോയില്ലേ? ബാക്കി 600 രൂപയുണ്ട്. ഈ 600 രൂപയിൽ നിന്ന് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു, ആദ്യം 4 പേര് വരുമ്പോ, ഓരോ 4 പേര് വരുമ്പോഴാണ് 1000 കൊടുക്കുന്നത്. അതോടൊപ്പം സ്പോൺസർക്ക് 500 രൂപയും കൊടുക്കുന്നത്. അപ്പൊ 1500 രൂപ കൊടുക്കണം അവിടെ. അതെങ്ങനെ കൊടുക്കുന്നത് നോക്കിക്കോ. 4 പേര് വരുമ്പോ 4 ഇൻറ്റു 600, 4 ഇൻറ്റു 600 എത്രയാ? 2400 രൂപ. ഈ 2400 രൂപയിൽ നിന്ന് 1500 കൊടുക്കുന്നു, 1000 500. അപ്പൊ 1500 പോയാൽ ബാക്കി എത്രയുണ്ട്? 900 രൂപ. ക്ലിയർ? ഇങ്ങനെ ഓരോ 4 പേര് വരുമ്പോ 600 ഇൻറ്റു 4 2400 ഉണ്ടാകും. ഈ 2400-ൽ നിന്ന് 1000 500 അങ്ങ് കൊടുക്കും, ബാക്കി 900 ഉണ്ടാകും. ഈ 900 ആണ് അടുത്ത വർക്ക് ചെയ്യുന്നത്. ഏത്? 3000 1500. ഓരോ 8 പേര് വരുമ്പോ 3000 കൊടുക്കണം, 1500 സ്പോൺസർക്കും കൊടുക്കണം. ആ 4500 എങ്ങനെ സംഭവിക്കുന്നത്? 8 ഇൻറ്റു 900, 8 ഇൻറ്റു 900 എത്ര രൂപയാണോ വരുന്നത്? നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. ആ 8 ഇൻറ്റു 900-ൽ വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് 3000 പ്ലസ് 1500 4500 അങ്ങ് കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ 8 പേര് വരുമ്പോഴും ഇതന്നെ സംഭവിക്കുന്നത്. ഓരോ 8 പേര് വരുമ്പോഴും ഇതിങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ ഈ 4500 കഴിച്ചാൽ ബാക്കി എത്ര എമൗണ്ട് ഉണ്ട്? ആ എമൗണ്ട് ഇൻറ്റു 16, ആ എമൗണ്ട് ഇൻറ്റു 16, ആ 16ന്റെ ആ എമൗണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 20000 എങ്ങനെ കൊടുക്കുന്നു, പ്ലസ് സ്പോൺസർക്ക് 10000 എങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ ടോട്ടൽ 30000. പിന്നെ ഒരു 14157-ന്റെ ഒരു പർച്ചേസ് കൂടി ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോഗ്രാം നടക്കുന്നത്. കമ്പനിക്ക് കിട്ടുന്നത് ഇതിന്റെ സീനിയോറിറ്റി ലെവലിൽ ആളുകളിലേക്ക് അങ്ങ് കൊടുക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. 957 രൂപയുടെ ഒരു, നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ കാണാം, ഒരു 957 രൂപയുടെ ഒരു കുറവ് ഇങ്ങനെ കാണും. ആ 957 രൂപ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന്, അഥവാ ഈ 200 രൂപ എടുക്കുന്നുണ്ടല്ലോ, അതിൽ നിന്നും ഈ 957 രൂപ വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ പ്രോഗ്രാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഈ 1000 രൂപയുടെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവന്മാരാണ് ഈ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. വെറും 25 ദിവസം മാത്രം പ്രായം ഈ ഒരു സിസ്റ്റത്തിന്, ഈ ഒരു സേവ് പ്രോക്ക്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടില് അല്ലെ, നമുക്ക് ചുറ്റും എത്രത്തോളം ആളുകള് വരുമാനമില്ലാതെ, ബിസിനസ് ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. എങ്കിൽ ഈ ഒരു 1000 രൂപയുടെ പ്രോഗ്രാം ശരിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആരാണ് ചെയ്യാതിരിക്കുക? ആരാണ് 2 എണ്ണം എടുക്കാതിരിക്കുക? ആരാണ് 3 4 5 വാങ്ങിക്കാതിരിക്കുക? ആരാണ് 10 എണ്ണം വാങ്ങിക്കാതിരിക്കുക? വാങ്ങിക്കുന്ന ഒരു പ്രോഗ്രാം. അതിനുള്ള കമ്പനിയുടെ പ്രൊഫൈലും പ്രൊഡക്റ്റും പ്ലാനും സിസ്റ്റം ഉണ്ട്. നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനുള്ള 3 നേരം നടക്കുന്ന സൂം മീറ്റിംഗ് ഉണ്ട്. അതേപോലെയുള്ള ഫിസിക്കൽ പ്രോഗ്രാമുകളുണ്ട്. ഇതൊക്കെ നമുക്ക് പങ്കെടുപ്പിക്കാം. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പ്രോഗ്രാം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഫാസ്റ്റ് ആയിട്ട് ടൈം കണ്ടെത്തിക്കുള്ളൂ. അതേപോലെ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സീനിയോറിറ്റി കളയാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിനുള്ളിലേക്ക് അങ്ങ് കയറി നിന്നോളൂ. അതേപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, ഈ അവസരം കൊടുക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ആയിരക്കണക്കിന്, 10000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങള് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം. ഇന്ന് എവിടെയും നിന്ന് കിട്ടാത്ത കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം. ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ് വരുമാനം ഒക്കെ അതൊക്കെ നമ്മൾ ചെയ്ത ബിസിനസ് ഒക്കെ ഉണ്ടാക്കാം, കാശ് ഉണ്ടാക്കാം. അത് മാത്രമാണോ ഇവിടെ സംഭവിക്കുന്നത്? എല്ലാം സാമ്പത്തിക അച്ചടക്കം. ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടാത്ത, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ നിന്ന് കിട്ടാത്ത, നമ്മുടെ കൂടെ നടക്കുന്നവരിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്റഗ്ര അക്കാദമിയിലൂടെ നമുക്ക് കിട്ടുന്നത്. മോർണിംഗ് 6 മണിക്ക് എങ്ങനെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താം, എങ്ങനെ നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ
അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഇപ്പൊ ഈ പറഞ്ഞത് വെറും ഒരു സേവ് എ പ്രോന്റെ മാർക്കറ്റിലൂടെ കിട്ടുന്ന വരുമാനം മാത്രം. ഇത് മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നിനോടൊന്ന് ക്ലബ് ചെയ്ത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ശരിക്കും ഈ ബിസിനസ് ഒരു വലിയൊരു ബിസിനസ്മാൻ ആവണമെങ്കിൽ, അറിയപ്പെടുന്ന ആളുകളാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ, നേരത്തെ പറഞ്ഞ അതേ വാക്ക് വീണ്ടും വീണ്ടും പറയാം, നിങ്ങൾ ട്രാവൽ ചെയ്യണം, ഇതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം. എന്നിട്ട് നിങ്ങൾ അല്ലെ, ഇത് വെറും ഒരു നെറ്റ്വർക്ക് ആയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും നിങ്ങൾ കാണണ്ട. പക്ക ബിസിനസ്, ഒരു വലിയൊരു ബിസിനസ്മാൻ ആകണോ, അവർക്ക് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വിജയിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ ഭാഗമാവുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ മോർണിംഗ് 6 മണിക്കുള്ള സൂം മീറ്റിംഗിലോ ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ടീമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം, എല്ലാത്തിനും സൗകര്യമുണ്ട്. അപ്പൊ ഇത്ര മാത്രമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തുക. നമുക്ക് തന്നിരിക്കുന്ന കമ്പനി അറിയാലോ, 1998 ആരംഭിച്ച് അന്നും ഇന്നും റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയുടെ പ്രോഗ്രാമാണ്. 36 വർഷത്തിന് മുകളിൽ, 37ാമത്തെ വർഷം IT മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ കമ്പനിയുടെ MD മിസ്റ്റർ രാമചന്ദ്രൻ പാലിശ്ശേരി. തീർച്ചയായിട്ടും അദ്ദേഹം ഡിജിറ്റലായാലും ഫിസിക്കലായാലും ഒക്കെ നമുക്ക് പ്രോഗ്രാം തരാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകളൊക്കെ ഡയറക്റ്റ് കിട്ടുമ്പോൾ പരമാവധി ഈ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പങ്കെടുക്കണം, പങ്കെടുപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി 8 മണിക്കുള്ള സൂം മീറ്റിംഗിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you, sir.